ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എത്ര ബിസി ആയാലും എല്ലാ മാസം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്യാറുണ്ട്. ബട്ട് എഡിറ്റ് ചെയ്യാനാണ് സമയമില്ലാത്തത്. സോ നിങ്ങൾക്ക് സമ്മർ ടൈമിൽ എൻ്റെ വിൻ്റർ വീഡിയോസും വിൻ്റർ ടൈമിൽ സമ്മർ വീഡിയോസും വരാൻ ചാൻസ് ഉണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഇഫ് നോട്ട്, ഐ ക്യാൻ ഡംപ് ഓൾ ദീസ് വീഡിയോസ് ആൻഡ് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ലെറ്റ് മീ നോ ഹൗ വുഡ് യു ലൈക്ക് ടു വാച്ച് മൈ വീഡിയോസ്. സോ എനിവേ, ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഒരു ലോങ് വീക്കെൻഡ് ഇൻ അവർ ലൈഫാണ്. 3-4 ദിവസത്തെ വ്ളോഗ് അടുപ്പിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ ഫ്രൈഡേ മോർണിംഗും ഗാർഡനർ വരും. ഇവിടെ ഫ്രണ്ട് യാർഡിലും നൈബേഴ്സിൻ്റെ വീട്ടിലും നമ്മുടെ മരങ്ങളിൽ നിന്ന് പോണ ബ്രാഞ്ചസ് മാറ്റലൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫ്രണ്ട് യാർഡ് ഒന്നും വൃത്തിയാക്കണില്ല എന്ന് വേറെ ആൾക്കാർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫൈനും വരും. ഞങ്ങൾക്കിത് അത്ര അറിയാത്ത പണിയാണ്. സോ ഒരു ഗാർഡനറെ വെച്ചു. ബേബിക്ക് ഇതിൽ 5 months ആണ് കേട്ടോ. സോ രാവിലെ നേരത്തെ എണീറ്റിട്ട് അവൻ്റെ മോർണിംഗ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് പരിപാടി ബാക്ക് യാർഡിൽ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യലാണ്. അവൻ്റെ ഫേവറേറ്റ് ആണ് ഈ ടൈം. ബേബി ഉണ്ടാവുന്നതിൻ്റെ മുന്നേയും വീക്കെൻഡ്സ് ഒക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് ഇവിടെ തന്നെയാണ്, എസ്പെഷ്യലി മോർണിംഗ്സ്. ബൈ എൻഡ് ഓഫ് 3rd month ഹി സ്റ്റാർട്ടഡ് ടു റോൾ ഓവർ. ഇപ്പം മലത്തി കടത്താനേ പറ്റില്ല, അപ്പോഴേക്കും കമിഴും. ബേബീസ് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ഫീൽ ചെയ്യൽ അവരുടെ സെൻസറി ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. സോ ഇപ്പോൾ അവിടുന്ന് പൊട്ടിച്ച ഒരു റോസ് അവൻ്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. വൺസ് ഹി ടേക്ക് ദ പെറ്റൽസ് നിയർ ഹിസ് മൗത്ത്, വി സ്റ്റോപ്പ് ഇറ്റ്. ആ ഫ്ലവേഴ്സ് പൂജാറൂമിന് വേണ്ടി എടുത്തതായിരുന്നു, അപ്പോൾ അവിടെ തന്നെ വെക്കുകയാണ്. ബേബീസ് ആർ ജനറലി ക്യൂരിയസ്. നമ്മുടെ ആക്ടിവിറ്റീസിൽ അവരെ ഭാഗമാക്കൽ നല്ല ഐഡിയ ആണ്. അവൻ ഈ ഗണപതിനെ ഒന്ന് തൊട്ട് നോക്കണം ആ ഏരിയയിലെത്തിയ. ഇനി കുറച്ചു നേരം അവൻ്റെ അലോൺ പ്ലേ ടൈമാണ്. അച്ഛന് ലീവ് ആയതുകൊണ്ട് അധികം അലോൺ പ്ലേ ഉണ്ടാവില്ല. ആൻഡ് ഹീ എൻജോയ്സ് ഓൾ ദ അറ്റൻഷൻ. ബട്ട് ലാസ്റ്റ് എന്തെങ്കിലും ട്രബിൾ ഉണ്ടാവും. അപ്പോൾ മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരിക. അവൻ നല്ല അച്ചക്കുട്ടി തന്നെയാണ്. എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. ഈ പ്രോട്ടീൻ ഷേക്കാണ് ഇപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സ്കിം മിൽക്കും ഐസും, ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറും, കുറച്ച് വെള്ളവും. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പം മിക്സ് പുറത്താണ് വെക്കണേ. അവന് മിക്സിയുടെ സൗണ്ട് നല്ലോണം പേടിയാണ്, കരയും. സന്ദീപിന് ലീവുള്ള ദിവസങ്ങളിലാണ് കുറച്ചെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടാറ്. ഇനി അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഞാൻ തലേ ദിവസം ഡിന്നറിന് കൊടുത്ത ഫ്രൂട്ട് പ്യൂരീസ് ഫ്രീസറിൽ ക്യൂബ്സായി സേവ് ചെയ്യും. എന്നിട്ട് രാവിലെ ഓട്സിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ഫുഡാണ്. ഐ ലവ് ടു മേക്ക് ഹിസ് ഫുഡ്. ഇറ്റ്സ് സോ സാറ്റിസ്ഫൈങ്. സന്ദീപ് ടേക്സ് കെയർ വെൽ ഐ ഡു ഓൾ മൈ അതർ വർക്ക്. രാവിലത്തെ സണ്ണ് കൊള്ളല് നല്ലതാണെന്ന് പറഞ്ഞ് അവനെ അവിടെ കിടത്തിയിരിക്കുകയാണ്. ദേ ഹാവ് ദെയർ ഓൺ സോങ്സ് ആൻഡ് റൈംസ് കമ്പോസ്ഡ് ബൈ സന്ദീപ്. ഇറ്റ്സ് റിയലി ഫണ്ണി, ബട്ട് ഹീ ലവ്സ് ഇറ്റ്. ഫുഡ് റെഡിയാക്കി അപ്പുറത്ത് വെച്ചു. കുറച്ച് ഡിഷ് വാഷിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഇന്ററപ്റ്റ് ദെയർ പ്ലേ. കാലിൽ കടത്തിയിട്ടാണ് ഞാൻ അവന് ഫീഡ് ചെയ്യേണ്ടായിരുന്നത്. ദെൻ ഐ റെഡ് ഇങ്ങനെ ഹൈ ചെയറിൽ ഇരുത്തി ഫീഡ് ചെയ്യലാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന്. അപ്പോൾ ഒരു ഹൈ ചെയർ വാങ്ങി. ബട്ട് വി ഡോണ്ട് ലൈക്ക് ദിസ്. ഇതിൽ അവൻ ടു മച്ച് കംഫർട്ടബിൾ ആണ്, അങ്ങനെ കിടക്കും. ഈ ടൈമിലാണ് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാറ്. 2 വായാണ് അവന് ഇഷ്ടപ്പെട്ട് കഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്താലേ കഴിക്കൂ. നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. വിൽ ട്രൈ ടു ചേഞ്ച് ഇറ്റ്. വേറൊരു ട്രാവൽ പ്ലാൻസ് ഇല്ല. ആൻഡ് ഐ എം റിയലി ബോർഡ്. ഒരുപാട് കാലമായി ഗ്രോസറി സ്റ്റോറിൽ പോയി വാങ്ങിയിട്ട്. ഫുൾ ഓൺലൈനാണ് ഗ്രോസറീസ് പർച്ചേസ് ചെയ്യാറ്. സോ ഇന്ന് കോസ്കോ എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ഗ്രോസറി ഷോപ്പ് പോവാണ്. അവിടെ എല്ലാം ബൾക്കായിട്ടാണ് വാങ്ങാൻ കിട്ടുക. സോ സ്പേസ് ഉണ്ടാക്കുകയാണ് ഫ്രിഡ്ജിൽ. ഇന്നലത്തെ പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിക്കുകയാണ്. ഹീസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ അവർ ഫുഡ്. അതൊരു സിഗ്നലാണ് ബൈ ദ വേ. അവൻ സോളിഡ്സ് കഴിക്കാൻ റെഡിയാണെന്ന്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി. വി ആർ ഗോയിങ് ടു മൂവ് ഔട്ട് ഓഫ് സ്റ്റേറ്റ്സ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇനി എങ്ങോട്ടാന്ന്? എനിവേ, ഇപ്പോൾ വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായിട്ട് വിൽക്കുകയാണ്. അതിനുള്ള ആൾക്കാരൊക്കെ വീക്കെൻഡ്സ് ആണ് വരിക. അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡിയായി. സന്ദീപിൻ്റെ കുളിയൊക്കെ കഴിയണ വരെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. Little red hen lived on a farm with her lazy friends. Some have 2 feet, some have 4. Some have 6 feet and some have more. അതൊക്കെ കഴിഞ്ഞ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കോസ്കോ എൻ്റെ ഫേവറേറ്റ് ഗ്രോസറി ഷോപ്പാണ്. സന്ദീപിന് ഗ്രോസറി ഷോപ്പിംഗ് ഇഷ്ടമല്ല. ആള് പറയും, എനിക്ക് മനസ്സിലാവുകയില്ല നിന്റെ ഗ്രോസറി ഷോപ്പിംഗ് പ്രാന്ത് എന്താണെന്ന്. ഇത് എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് എല്ലാ ഗ്രോസറി സ്റ്റോറും പ്രാന്തില്ല കേട്ടോ. ബട്ട് കോസ്കോ ഒരു വികാരാണ്. അതെന്താ ചോദിച്ചാൽ അറിയില്ല.
അപ്പോൾ ഞാൻ അവിടുന്ന് അത്യാവശ്യവും ആവശ്യമില്ലാത്തതുമായ കുറേ സാധനങ്ങൾ വാങ്ങി. ഇനി വീട്ടിൽ വന്നാൽ ഇതൊക്കെ എടുത്തു വെക്കാനാ പാട്. അവിടെ ഫുഡും കിട്ടും കേട്ടോ ചീപ്പായിട്ട്. ഞങ്ങൾ അവിടെ തന്നെയാണ് കഴിച്ചത്. ഉള്ളി നല്ല ലാഭമാണ് ഇവിടെ. ഇത്തവണ ബേബിക്ക് പറ്റിയ കുറച്ച് വൺസീസും കിട്ടി ഇവിടുന്ന്. ഇനി അവൻ്റെ ലഞ്ച് ടൈമാണ്. ഇപ്പം 3 times സോളിഡ്സ് ആക്കി. ഉച്ചയ്ക്ക് വെജിറ്റബിളും വൈകിട്ട് ഫ്രൂട്ടും രാവിലെ ഓട്സും. ചോറ് 8 months കഴിഞ്ഞ് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇവൻ്റെ സോളിഡ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു. അവൻ വേഗം തന്നെ ഉറങ്ങുകയും ചെയ്തു. കുറച്ച് നേരം ഇനി ഉറങ്ങിക്കോളും. കുറേ ആമസോൺ പാക്കേജസ് വന്ന് കിടക്കുന്നുണ്ട്. അതൊന്നും പൊളിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. ഓൾസോ കുറച്ച് റിട്ടേൺസും ഉണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടും ബേബിനെ എല്ലായിടത്തേക്കും എടുത്ത് കൊണ്ടുപോകണ്ടെന്ന് കരുതിയിട്ടും സന്ദീപാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാറ്. അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇത് പാക്ക് ചെയ്യലും ഡ്രോപ്പ് ഓഫിൻ്റെ QR കോഡായിട്ട് സെറ്റാക്കി കൊടുക്കലൊക്കെയാണ്. ഓൾസോ കാറിൽ കയറ്റി വെക്കുകയും കൂടി ചെയ്യും കേട്ടോ. ദ ഓൺലി വർക്ക് ഹീ വിൽ ഹാവ് ദെൻ ഇസ് ടു ഡ്രൈവ് ആൻഡ് ഡ്രോപ്പ് ഓഫ്. 5 minutes മാത്രമേ വേണ്ടൂ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവ എണീറ്റു. സന്ദീപ് ഇതൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ പോയതായിരുന്നു. ഇന്ന് അവൻ അത്ര നേരം ഉറങ്ങിയിട്ടില്ല. സന്ദീപ് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കുളി ഒന്ന് ചെയ്ത് തീർക്കുകയാണ്. എന്നും എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അവന് കുളിക്കൽ നല്ല ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ പറയാറുണ്ട് രാത്രി കുളിപ്പിക്കരുതെന്ന്. ബട്ട് വീടിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കറക്റ്റായി സെറ്റാക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ദാറ്റ് വർക്ക് ഫോർ അസ്. രാത്രി കുളിപ്പിക്കുമ്പോൾ ഇവൻ വേഗം ഉറങ്ങുന്നുണ്ട്. സോ ഞങ്ങൾ അതുതന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യണത്. ബട്ട് ഇന്ന് കുളിപ്പിക്കണത് അമ്പലത്തിൽ പോകാനാണ്. ഞങ്ങൾ എല്ലാ ഫ്രൈഡേയ്സും അമ്പലത്തിൽ പോകും. 5th month അവിടെ തന്നെയാണ് ചോറ് കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. സോ 8th month പ്രഗ്നൻസി തൊട്ട് ബേബിക്ക് 5th month ആവണ വരെ ഞങ്ങളുടെ ട്രഡീഷനിൽ അമ്മയും കുട്ടി അമ്പലത്തിൽ പോവില്ല. അതെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഞങ്ങൾ അത് തന്നെ ഫോളോ ചെയ്തു. ആകെ 10 minutes ഡ്രൈവാണ് ഈ ടെമ്പിളിലേക്ക്. ലിവർമോർ ശിവവിഷ്ണു ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ബേ ഏരിയയിലെ മോസ്റ്റ് പോപ്പുലർ ടെമ്പിളാണ് കേട്ടോ ഇത്. അത്യാവശ്യം വലിയ ടെമ്പിളാണ്. ശിവനും വിഷ്ണുവും ഗണേശനും തിരുപ്പതി ബാലാജിയും അയ്യപ്പനും ദേവിയും എല്ലാവരും ഉണ്ട് ഉള്ളിൽ. പിന്നെ അവിടെ സൂപ്പർ യമ്മി പ്രസാദം കൂടി കിട്ടും. അവിടെ ആവും മിക്ക ഫ്രൈഡേയ്സും ഞങ്ങളുടെ ഡിന്നർ. അങ്ങനെ വീട്ടിലെത്തി അവൻ്റെ ഡിന്നർ പരിപാടിയാണ്. കൂടെ അവൻ്റെ അച്ഛമ്മയും കസിൻസിനെ ഒക്കെ ഒന്ന് വിളിക്കണമുണ്ട്. നല്ല ചെറുത് തൊട്ടേ അവൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ് ഈ ജിറാഫ് ടീച്ചർ. എത്ര ടോയ്സ് കൊടുത്താലും ലാസ്റ്റ് കയ്യിലതേ ഇതാണ് ഉണ്ടാവുക. തലേന്ന് ഞാൻ കുറച്ച് ജെല്ലി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ജെല്ലി. കുറച്ച് ഡെസേർട്ട് പോലെ കഴിക്കാൻ എടുക്കുകയാണ് ഇപ്പോൾ. ഇത് ലൈം ഫ്ലേവറാണ്. പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് ചെയ്യാണ്. എത്ര കഴുകിയാലും ഡിഷ് ഫുള്ളാവാറുണ്ട് പാത്രങ്ങളുണ്ട്. കുക്ക് ചെയ്യാത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കണം കൂടി ഉണ്ട്. അധികം വീഡിയോ കോളാണ് ആവാറ്. ബട്ട് ഇടയ്ക്ക് അവരെ പറ്റി ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓഡിയോ കോൾ വിളിച്ചു നോക്കും. ഈവൻ ദോ ഡിന്നർ കഴിഞ്ഞെങ്കിലും സന്ദീപിന് പിസ്സ കഴിക്കാൻ ഒരു പൂതി. ഇതിന്ന് കോസ്കോന്ന് വാങ്ങിയ ഫ്രോസൺ പിസ്സയാണ്. ബേബി ഉറങ്ങിയപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കണം. എനിവേ ഇന്ന് അവനിൽ കുക്ക് ചെയ്യണം. അതാകുമ്പോഴേക്കും ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിസ്സ റെഡിയാണ്. ഇനി ഒരു മൂവിയൊക്കെ കണ്ട് പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങി. സാറ്റർഡേ ഫ്രൈഡേ പോലെ ലേസി ആവാതെ പുറത്ത് എവിടേക്കെങ്കിലും പോകാമെന്ന് കരുതി. സാൻ ഫ്രാൻസിസ്കോ ആണ് ഇവിടെ അടുത്ത് 1 day ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഇന്ന് കറക്കവും ഫുഡൊക്കെ ആയിട്ട് SF തന്നെ ചുറ്റാമെന്ന് കരുതി. എൻ്റെ റെഡി ആവലിൽ ഏറ്റവും ടൈം കൺസ്യൂമിങ് എൻ്റെ ഹെയറാണ്. അതൊന്ന് അയൺ ചെയ്താലേ എനിക്ക് ഒരുപാട് സ്മോൾ ഹെയർസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ആഫ്റ്റർ ഡെലിവറി. ഐ ഹേറ്റ് ഇറ്റ്. അതിനൊരു കുറവ് വരാനാണ് അയൺ ചെയ്യണം. പിന്നെ ഐലൈനർ, മസ്കാര, ഐബ്രോസ് ആൻഡ് ലിപ്സ്റ്റിക്. ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനി ഇവനെ റെഡിയാക്കിയാൽ ഇറങ്ങാം. ഈ വിൻഡോ ഷീൽഡ് ഒരു പരിധി വരെ മുഖത്ത് സൺലൈറ്റ് അടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും, എസ്പെഷ്യലി സമ്മറിൽ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്റ്റാർബക്സിൽ നിർത്തിയിരിക്കുകയാണ്. എപ്പോൾ പുറത്തു വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർബക്സ് ആണ്. 1 hour ആണ് SF ഡ്രൈവ്. ലോങ് വീക്കെൻഡ് ആകുമ്പോൾ ഇനിയും കൂടും. SF എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ്. നല്ലൊരു വൈബാണ്. കറക്റ്റ് അവിടെ എത്തിയപ്പോഴേക്കും അവൻ എണീറ്റു. ഗോൾഡൻ ഗേറ്റ് സ്റ്റേറ്റ് പാർക്കിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ ഇങ്ങനെ റിലാക്സ് ആയി നടന്ന് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. സ്ട്രോളർ ഫ്രണ്ട്ലി ആണ്. ഫുഡും ഉണ്ടാവും. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്പോട്ട് ഈ ജാപ്പനീസ് ടീ ഗാർഡൻ ആണ്. ഇവിടെ ജാപ്പനീസ് ടെമ്പിൾ, പഗോഡ, ബുദ്ധ സ്റ്റാച്യു, വേറെ ജാപ്പനീസ് ട്രഡീഷൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബിൽഡിങ്സും ബ്യൂട്ടിഫുൾ ട്രീസും പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഗാർഡനാണ്. സമ്മറിൽ വന്നാൽ നല്ല സുഖമുള്ള തണുപ്പ് ഇവിടെ എന്തായാലും ഉണ്ടാവും.
1 ഡേ ഫുള്ള് കറങ്ങാനുള്ള സംഭവം ഉണ്ട് ഇതിനകത്ത്. മാർച്ച് ഏപ്രിൽ ടൈമിൽ ഇവിടെ ജാപ്പനീസ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കും. പിങ്ക് ഫ്ലവേഴ്സ് ഫുള്ള് കവറായിട്ട് ഈ സ്ഥലം ഇനിയും അടിപൊളിയാവും. വാൾപേപ്പറിൽ കാണുന്ന ഡ്രീമി വൈബൊക്കെയാണ് കിട്ടുക. അപ്പോൾ കുറച്ച് നേരം അവിടെ കറങ്ങി പുറത്തിറങ്ങി ഒരു ഫുഡ് ട്രക്കിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നടന്നപ്പോഴാണ് ദേ സ്കൈ വീൽ. എനിക്ക് നല്ല ഇഷ്ടം റിലാക്സ് ആയ റൈഡ്സ്. ബേബീനെ വെച്ച് കയറാൻ അത്ര സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലേനു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി. അതിൽ കയറി താഴെയുള്ള ഫുൾ ഗാർഡൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അത് കഴിഞ്ഞപ്പോഴേക്കും ലേറ്റ് ഈവനിങ് ആയി. പിന്നെ വിശന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഫുഡ് ട്രക്കിൽ നിന്ന് ഫുഡ് വാങ്ങി ഒരു സോഫ്റ്റ് സെർവും കൂടി കഴിച്ചു. പിന്നെ ലേറ്റ് നൈറ്റ് ഞങ്ങളുടെ ഫേവറേറ്റ് നേപ്പാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 വെജ് ചൗമീനും വാങ്ങി ഒരു മൂവി ഫുള്ളിരുന്ന് കണ്ടു. നെക്സ്റ്റ് ഡേ സൺഡേ നല്ല ലേറ്റായിട്ടാണ് എണീറ്റ്. കുറച്ച് ബേസിക് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മെല്ലെ മെല്ലെ തീർത്തു. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ് കഴിച്ചു. പിന്നെ ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. ഇത് ഡ്രൈഡ് റോസ് ആണ്. ഇത് ടീ ഉണ്ടാക്കാനുള്ള സംഭവമാണ്. ഞാൻ ഇന്നൊരു സ്ട്രോബെറി റോസ് പിങ്ക് ടീ ഉണ്ടാക്കാൻ പോവാണ്. ഇത് അടുത്തുള്ള ബോബ ടീ ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ്. അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഒരു 3 to 4 റോസ് ബഡ്സ് ഗ്ലാസ്സിക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വാം വാട്ടർ ഒഴിക്കുക. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുക. പിന്നെ കുറച്ച് പാലൊഴിക്കുക. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി ജാം ഇടുക. പിന്നെ മിക്സ്. അതിൻ്റെ അത്രയ്ക്ക് നല്ലതല്ലെങ്കിലും കൂടി ഓക്കെ തന്നെയാണ്. എൻ്റെ ഡ്രിങ്ക്സൊക്കെ ആൾക്ക് ട്രൈ ചെയ്യാൻ നല്ല പേടിയാണ്. സന്ദീപിൻ്റെ ടേസ്റ്റോ എൻ്റെ ടേസ്റ്റോ എൻ്റെ ഡിഫറെൻ്റാണ്. ഞങ്ങളുടെ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ എണീറ്റു. ഞങ്ങൾ പോകുമ്പോൾ അവൻ കിടന്ന് അവൻ്റെ അലോൺ ടൈം എൻജോയ് ചെയ്യായിരുന്നു. ഈ ബേബീസൊക്കെ ഉറക്കം എണീറ്റ് ഒഴുകാൻ നമ്മളെ നോക്കിയിട്ടുള്ള ഒരു ചിരിയില്ലേ, അത് സൂപ്പറാണ്. വെറുതെ നോക്കിയോ കുഞ്ഞുവിനെ, പ്രൊട്ടക്ട് ചെയ്തോ സൺലൈറ്റ് ഒന്ന്? അതെയോ, അവിടെ കുട്ടി എണീക്കയോ? മേക്ക് ഷുവർ യു ടേക്ക് ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് യുവർ ലിറ്റിൽ വൺ. ഐ എം ഗ്രേറ്റ്ഫുൾ ഐ ഡിഡ്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല മിസ്സിങ് ഉണ്ട്, ബട്ട് ഐ ഫീൽ ഹാപ്പി. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേസ് ഫാർമേഴ്സ് മാർക്കറ്റുള്ള ദിവസമാണ്. മോസ്റ്റ് ഓഫ് ദ സൺഡേസ് ഞങ്ങൾ പോകാറുണ്ട്. അവന് കാർ സീറ്റ് ഇപ്പോൾ ഇഷ്ടമല്ല. അതിലിരുത്തിയ കരയാൻ തുടങ്ങും. ഇങ്ങോട്ടാകെ 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ, ബട്ട് എന്നാലും ഇറ്റ്സ് നോട്ട് സേഫ്. ഇത് ഞാൻ 2-3 വീഡിയോസിൽ ഓൾറെഡി കാണിച്ച് തന്നിട്ടുണ്ട്. എല്ലാ ആഴ്ചയും വി ലുക്ക് അപ്പ് ഫോർ ദിസ് ആക്ടിവിറ്റി. ഞങ്ങൾ 3 പേരും ഒരേപോലെ എൻജോയ് ചെയ്യണ കാര്യമാണ്. കുറച്ച് വെജീസും ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവനുള്ളത്. ഇവിടെ കാനബീസ് കൂടി കിട്ടുട്ടോ. ഇതെന്തോ കുറച്ച് ഓൾഡർ കമ്മ്യൂണിറ്റിയുടെ പരിപാടിയാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയും പെർഫോം ചെയ്യും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് നേരം കാർ സീറ്റിലിരുന്ന് തിരിച്ച് അവൻ്റെ മാറ്റിക്ക് കിടത്തി. അവന് നല്ല ഹാപ്പിയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയത്. നല്ല റോ പീനട്ട്സ്, പെർസിമൺ, പ്ലം, പയറ്, കയപ്പയ്ക്ക, പിന്നെ കുറച്ച് പേസ്ട്രീസും ഉണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് അവന് പീസ ആണ് കൊടുക്കണേ. അപ്പോൾ അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റീം ചെയ്തിട്ട് പ്യൂരി ആക്കിയിട്ട് ഫീഡ് ചെയ്യണം. ഈ ഡ്രോൺ സൂപ്പറാണ് കേട്ടോ. അവൻ്റെ ഏജിന് ഉള്ളതല്ല, ബട്ട് ഹി റിയലി ലവ് വാച്ചിങ് ഇറ്റ്. കുറച്ചു നേരം ബുക്സൊക്കെ വായിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഇവൻ 3 months തന്നെ ഈ ബുക്സിൻ്റെ പേജ് മാറ്റാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലാതെ അവനെ ഉറക്കി. പിന്നെ സെയിം ഈവനിങ് റൊട്ടീൻ. നെക്സ്റ്റ് വീക്കിൻ്റെ പ്രിപ്പറേഷൻസും വീട് ക്ലീൻ ചെയ്യലൊക്കെയാണ്. ലീവുള്ള ദിവസങ്ങളിൽ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ സമയം കിട്ടും. ഒരുപാട് ചറപറ സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒതുക്കി വെക്കണം. ലോണ്ട്രി, മടക്കി വെക്കൽ, ക്ലീനിങ് ഒക്കെ ചെയ്യണം. എനിക്ക് ഏർലി മോർണിംഗ് ആണ് വർക്കൗട്ട് സെഷൻ ഉള്ളത്. അതേ സെയിം കോച്ചിൻ്റെ തന്നെ ഈവനിങ് സെഷനാണ് സന്ദീപ് അറ്റൻഡ് ചെയ്യണത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവനെ കിടത്തും. കുറച്ച് നേരമൊക്കെ കളിച്ചോളും. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഞാൻ തീർക്കും. ഇവൻ്റെ 0 to 3 months ന്യൂ ബോൺ സൈസിലൊക്കെ ഉള്ള തുണികൾ ചെറുതായി. അപ്പോൾ അതൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് അപ്പുറത്ത് വെക്കുകയാണ്. വേറെ യൂസ് ചെയ്യാത്ത ഡയപ്പേഴ്സും ഫോർമുലാസും വേറെ കുറച്ച് ബേബി ഐറ്റംസ് കൂടി ഈ പെട്ടിയിൽ തന്നെ ആക്കുന്നുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഞാൻ ഫോട്ടോ എടുത്ത് ഇടാൻ പോവാണ്. ആവശ്യമുള്ളവർ വന്ന് പിക്കപ്പ് ചെയ്തോളും. ഇനി അവൻ്റെ ഡിന്നർ പരിപാടികളാണ്. പ്ലം ആണ് ഇന്ന് കൊടുക്കണത്. അത് വേവിച്ച് അതിൻ്റെ തൊലി പീൽ ചെയ്തിട്ട് പ്യൂരി ആക്കുക. കുറച്ച് ഫ്രീസറിലും വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേ ഓട്ട് മീലിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട്. അവൻ്റെ ടോയ്സൊക്കെ ഒതുക്കി വെച്ച് ആ മാറ്റിലൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.